ഹായ്, ഇന്ന് സ്പെഷ്യൽ ഡേയാണ്. ഒരു സ്ഥലം വരെ പോവാം. അതുകൊണ്ടാണ് കേട്ടോ രാവിലെ 5:30 ആയപ്പോൾ തന്നെ എണീച്ചത്. കണ്ണും തുറക്കാൻ വയ്യ. കണ്ണ് തുറന്നു വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ യേശുവിനെ കണ്ടു. എന്നിട്ട് സമയം കളയാനില്ല, അതുകൊണ്ട് പെട്ടെന്ന് കുളിച്ചിട്ട് വരാം. അങ്ങനെ കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ഓടി വന്ന് മുടിയൊക്കെ ചീവി സുന്ദര കുട്ടപ്പനായിട്ട് വേണ്ടേ പോവാൻ. അതുകൊണ്ട് ഒന്ന് റെഡിയായി. അങ്ങനെ അപ്പോഴത്തേക്ക് അമ്മയുടെ വിളി വന്നു. ചൂട് ചപ്പാത്തിയും നല്ല ചിക്കൻ കറി റെഡിയാക്കി വെച്ചമ്മ. അതും കഴിച്ച് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ആ സംഭവം. നല്ല മഴ, വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്തത്രയും മഴ. അങ്ങനെ മഴ തോഴുന്ന പോലെ ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരുന്ന് മഴ ഒന്ന് തോർന്നപ്പം ഞാൻ കുട എടുത്തിറങ്ങി. എടാ ടൈർ റൂട്ടാ, ഞാൻ പോവാണെടാ, ഒന്ന് പോയി തരാമോ? അങ്ങനെ അവനോട് യാത്രയും പറഞ്ഞ് കുടയും പിടിച്ച് റോഡിലോട്ട് നടന്നു. അപ്പോഴത്തേക്കും പപ്പ ബൈക്കും കൊണ്ട് വന്നു. ബൈക്കിൻ്റെ പുറകിൽ കയറി നേരെ റോഡിലെത്തി. പക്ഷേ ഇതുവരെ ഒരു ബസ് പോലും വന്നില്ല. അങ്ങനെ ബസ് നോക്കി നോക്കി നിന്ന് അവസാനം ഒരു ബസ് വന്നു. അതിൻ്റെ ഫ്രണ്ട് സീറ്റ് തന്നെ അടിച്ചെടുത്തു. എനിക്ക് നല്ല ഉറക്കം വന്ന് ഞാൻ കിടന്നങ്ങ് ഉറങ്ങി പെട്ടെന്ന് തന്നെ ആ സ്ഥലത്ത് എത്തി. വേറെ എവിടെയല്ല, തിരുവനന്തപുരം. ഈ സ്ഥലം കാണുന്ന എല്ലാവർക്കും മനസ്സിലായി കാണും ഇതെവിടാണെന്ന്. ഇവിടാണ് ഞങ്ങളുടെ ഭാഗ്യങ്ങളുടെ കലവറയുള്ളത്. ഞങ്ങളുടെ എല്ലാവരുടെയും സ്പെഷ്യൽ സ്ഥലം. ഇവിടെ വരാത്തവരായിട്ട് ആരും കാണില്ല. കൈവിട്ടും ജപമുറിയിൽ ധ്യാനിച്ചും ജീവിതമിങ്ങനെയുണ്ടോ? ഇതെത്രയോ ഭാഗ്യം, എത്രയോ യോഗ്യം, മലങ്കരയുടെ മായാത്ത പുണ്യം. കഥയല്ലിതു പതിയന്റെ വ്യതമാ. അപ്പോൾ ഞാൻ പോയി പ്രാർത്ഥിച്ചു വരാം. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.